ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേരളവുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണ്. 2024 മൊത്തം കറണ്ട് അഫയേഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്, കേരളവുമായി റിലേറ്റ് ചെയ്തത് മാത്രം. അടുത്ത ക്ലാസ്സുകളിൽ നമ്മൾ ബാക്കി കറണ്ട് അഫയേഴ്സ് ഒക്കെ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ ഇതിൽ കേരളവുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അത് PSC ബുള്ളറ്റിൻ ബേസ് ചെയ്തിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൽ 2024 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ കറണ്ട് അഫയേഴ്സും കവർ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ടൈം കളയാതെ ക്ലാസ്സിലേക്ക് പോവാം. പി വത്സലയുടെ നെല്ല് എന്ന നോവലിലെ ജീവിച്ചിരിക്കുന്ന കഥാപാത്രം അടുത്തിടെ അന്തരിച്ചു. പേര് കുറുമാട്ടി എന്നാണ് കഥാപാത്രം. രാഗിണി എന്ന വ്യക്തിയാണ്. ജാതി വ്യവസ്ഥയ്ക്കെതിരെ പോരാടി രക്തസാക്ഷിത്വം വരിച്ച ഏത് നവോത്ഥാന നായകൻ്റെ 150ാമത് രക്തസാക്ഷിത്വ ദിനമാണ് 2024 ജനുവരിയിൽ ആചരിച്ചത്? ഇതിൻ്റെ ആൻസർ ആറാട്ടുപുഴ വേലായുധ പണിക്കർ. അപ്പോൾ 2024 ജനുവരിയിൽ 150ാമത് രക്തസാക്ഷിത്വ ദിനം ആചരിച്ച ഒരു നവോത്ഥാന നായകൻ ആരാണെന്ന് ചോദിച്ചാൽ ആറാട്ടുപുഴ വേലായുധ പണിക്കരാണ്. അടുത്തത് 2024 ജനുവരി 16 100ാം ചരമവാർഷികം ആചരിച്ച മലയാളത്തിലെ കവി കുമാരനാശാൻ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. 2024 ജനുവരി 16 100ാം ചരമവാർഷികം ആചരിച്ച മലയാളത്തിലെ കവി കുമാരനാശാൻ. കെ സ്മാർട്ട് എന്ന പദ്ധതിക്ക് തുടക്കം കുറിച്ചത് എന്നാണ്? 2024 ജനുവരി 1 ഈ പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. കെ സ്മാർട്ടിന് തുടക്കം കുറിച്ചത് 2024 ജനുവരി 1. സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരത നേടുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ജില്ല കൊല്ലം. സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരത നേടുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ജില്ല കൊല്ലം. ഡിജിറ്റൽ സാക്ഷരത കൈവരിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ നഗരസഭ കൊട്ടാരക്കര. ഡിജിറ്റൽ സാക്ഷരത കൈവരിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ നഗരസഭ കൊട്ടാരക്കര. ഇതും കൊല്ലം ജില്ലയിലാണ്. സംസ്ഥാനത്ത് ആദ്യമായി ഓൺലൈൻ ഗ്രാമസഭ സംഘടിപ്പിച്ച പഞ്ചായത്ത് മലയൻകീഴ്, തിരുവനന്തപുരം. ഓൺലൈൻ ഗ്രാമസഭ സംഘടിപ്പിച്ചത് മലയൻകീഴ്, തിരുവനന്തപുരം. അടുത്തത് കേരളത്തിലെ ആദ്യ ദീപാലംകൃത പാലം എവിടെയാണ്? അത് ഫറോക്കിലാണ്, കോഴിക്കോട് ഫറോക്കിലാണ്. കേരളത്തിലെ ആദ്യ ദീപാലംകൃത പാലം എവിടെയാണ്? ഫറോക്ക്. രാജ്യാന്തര AI ഉച്ചകോടിക്ക് വേദിയാകുന്ന കേരളത്തിലെ നഗരം കൊച്ചി. രാജ്യാന്തര AI ഉച്ചകോടിക്ക് വേദിയാകുന്ന കേരളത്തിലെ നഗരം കൊച്ചി. 2024 ഫെബ്രുവരിയിൽ അന്തരിച്ച കവിയും നിരൂപകനുമായ NK ദേശത്തിൻ്റെ ശരിയായ പേര് N കുട്ടിക്കൃഷ്ണപിള്ള. G ശങ്കരക്കുറുപ്പിൻ്റെ പേരിലുള്ള മഹാകവി G സ്മാരകം സ്ഥിതി ചെയ്യുന്നത് മറൈൻ ഡ്രൈവ്, കൊച്ചി. 3 ലക്ഷം കുടുംബശ്രീ അംഗങ്ങൾക്ക് ഉപജീവനം ഒരുക്കി സാമ്പത്തിക സുസ്ഥിരത ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ കുടുംബശ്രീ ആരംഭിക്കുന്ന പദ്ധതി കെ ലിഫ്റ്റ് 24. കുടുംബശ്രീ ലൈവ്ലിഹുഡ് ഇനീസിയേഷൻ ഫോർ ട്രാൻസ്ഫോർമേഷൻ എന്നാണ് ഇതിൻ്റെ എക്സ്പാൻഷൻ. 3 ലക്ഷം കുടുംബശ്രീ അംഗങ്ങൾക്ക് ഉപജീവനം ഒരുക്കുന്ന സാമ്പത്തിക സുസ്ഥിരത ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ കുടുംബശ്രീ ആരംഭിക്കുന്ന പദ്ധതി കെ ലിഫ്റ്റ് 24. ഇന്ത്യയിലെ മികച്ച ടൂറിസം വില്ലേജിനുള്ള ഗോൾഡൻ വില്ലേജ് പുരസ്കാരം നേടിയ കാന്തല്ലൂർ പഞ്ചായത്തിൻ്റെ ബ്രാൻഡ് അംബാസിഡറായി തിരഞ്ഞെടുക്കപ്പെട്ടത് ജിതേഷ് ജി. അപ്പോൾ ഇന്ത്യയിലെ മികച്ച ടൂറിസം വില്ലേജ് ഏതാണെന്ന് ചോദിച്ചാൽ അത് കാന്തല്ലൂർ ഗ്രാമപഞ്ചായത്താണ്. അതിൻ്റെ ബ്രാൻഡ് അംബാസിഡർ ജിതേഷ് ജി ആണ്. വരയരങ്ങ് എന്ന കലാരൂപത്തിൻ്റെ ആവിഷ്കർത്താവാണ് ജിതേഷ് ജി. ലോകത്തിലെ ഏറ്റവും വൃത്തിയുള്ള കടൽ തീരങ്ങൾക്ക് ഫൗണ്ടേഷൻ ഫോർ എൻവിയോൺമെൻറ്റ് എഡ്യൂക്കേഷൻ ഡെൻമാർക്ക് നൽകുന്ന ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കറ്റ് ലഭിച്ച കേരളത്തിലെ കടൽ തീരം കാപ്പാട്, കോഴിക്കോട്. കേരള കലാമണ്ഡലത്തിൽ നിന്നുള്ള PG വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ആരംഭിച്ച മ്യൂസിക് ബാൻഡ് അരകവ്യൂഹം. കേരള കലാമണ്ഡലത്തിൽ നിന്നുള്ള PG വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ആരംഭിച്ച മ്യൂസിക് ബാൻഡ് അരകവ്യൂഹം. 36ാമത് കേരള ശാസ്ത്ര കോൺഗ്രസിന് വേദിയാകുന്നത് കാസർഗോഡ്. 36ാമത് കേരള ശാസ്ത്ര കോൺഗ്രസിന് വേദിയാകുന്നത് കാസർഗോഡ്. കേരളത്തിലെ ആദ്യ സൗജന്യ വൈഫൈ പാർക്ക് മാനാഞ്ചിറ സ്ക്വയർ, കോഴിക്കോട്. കേരളത്തിലെ ആദ്യത്തെ സൗജന്യ വൈഫൈ പാർക്ക് മാനാഞ്ചിറ സ്ക്വയർ, കോഴിക്കോട്. ഡിമെൻഷ്യ സൗഹൃദ കേരളം സാക്ഷാത്കരിക്കുന്നതിനായി കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ വഴി സാമൂഹ്യ നീതി വകുപ്പ് നടത്തുന്ന പദ്ധതി ഓർമ്മത്തോണി. ആദിവാസി ജനതയ്ക്ക് ആരോഗ്യ സേവനങ്ങൾക്ക് നേരിട്ട് എത്തിക്കുക എന്ന ലക്ഷ്യവുമായി സംസ്ഥാന വനം വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതി സ്നേഹഹസ്തം. ആദിവാസി ജനതയ്ക്ക് ആരോഗ്യ സേവനങ്ങൾ നേരിട്ട് എത്തിക്കാൻ വേണ്ടി സംസ്ഥാന വനം വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതി സ്നേഹഹസ്തം. ഇടുക്കിയിലെ കുളമാവിൽ നിന്ന് ഗവേഷകർ കണ്ടെത്തിയ പുതിയ സ്പീഷ്യസ് ഓന്ത് വടക്കൻ കങ്കാരു ഓന്ത്. ശാസ്ത്രീയ നാമം അഗസ്ത്യഗാമ എഡ്ജ്.
മുൻസിഫ് മജിസ്ട്രേറ്റ് മുതൽ സബ് ജഡ്ജി വരെയുള്ളവർ ഇനി മുതൽ ഏത് ഔദ്യോഗിക സ്ഥാനപ്പേരിലാണ് അറിയപ്പെടുക? സിവിൽ ജഡ്ജി. ഇന്റർനാഷണൽ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ ഓഫ് കേരള 2024 വേദി തൃശൂർ. ഇന്റർനാഷണൽ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ ഓഫ് കേരള 2024 വേദി തൃശൂർ. കേരള നവോത്ഥാന ചരിത്രത്തിൽ നാഴികക്കല്ലായി മാറിയ ഏത് ചരിത്ര സംഭവത്തിൻ്റെ 100ാം വാർഷികമാണ് 2024 ആഘോഷിച്ചത്? വൈക്കം സത്യാഗ്രഹം. ഏത് നവോത്ഥാന സംഭവത്തിൻ്റെ 100ാം വാർഷികമാണ് ഈ 2024 ആഘോഷിച്ചതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് വൈക്കം സത്യാഗ്രഹമാണ്. മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി കേരളത്തിലെ പുതുക്കിയ വേതനം 346 രൂപ. അപ്പോൾ തൊഴിലുറപ്പ് പദ്ധതിയുടെ പുതുക്കിയ വേതന നിരക്ക് എത്രയാണ്? 346 രൂപ. 2023 കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആഭ്യന്തര സഞ്ചാരികൾ സന്ദർശിച്ച ജില്ല എറണാകുളം. 700-ലേറെ വർഷം പഴക്കം കണക്കാക്കുന്ന വട്ടെഴുത്ത് കണ്ടെത്തിയ പാലക്കാട് ജില്ലയിലെ ക്ഷേത്രം ചിറ്റടി മണ്ണൂർ ഭഗവതി ക്ഷേത്രം. മൊത്ത ജില്ലാ മൂല്യവർദ്ധിത അടിസ്ഥാനത്തിൽ പ്രതിശീർഷക വരുമാനം രേഖപ്പെടുത്തുന്ന കേരളത്തിലെ ആദ്യ ജില്ല എറണാകുളം. കേന്ദ്രമന്ത്രിയായ ആദ്യ മലയാളി വനിത എന്ന ബഹുമതിക്ക് അർഹയായ ആരുടെ 125ാമത് ജന്മവാർഷികമാണ് 2024 മാർച്ച് 27 ആഘോഷിച്ചത്? ലക്ഷ്മി എൻ മേനോൻ. കേന്ദ്രമന്ത്രിയായ ആദ്യ മലയാളി വനിത എന്ന ബഹുമതിക്ക് അർഹയായ ആരുടെ 125ാമത് ജന്മവാർഷികമാണ് 2024 മാർച്ച് 27 ആഘോഷിച്ചത്? ലക്ഷ്മി എൻ മേനോൻ. പൊതുജനങ്ങൾക്ക് പരാതി ജില്ലാ കളക്ടർക്ക് നേരിട്ട് നൽകുന്നതിന് വേണ്ടി IT മിഷൻ ഒരുക്കിയ ഓൺലൈൻ സംവിധാനം DC കണക്ട്. പൊതുജനങ്ങൾക്ക് നേരിട്ട് പരാതി ജില്ലാ കളക്ടർക്ക് നൽകുന്നതിന് വേണ്ടി IT മിഷൻ ഒരുക്കുന്ന ഓൺലൈൻ സംവിധാനം DC കണക്ട്. മയക്കുമരുന്ന് കച്ചവടവും ഉപയോഗവും തടയാൻ സംസ്ഥാന വ്യാപകമായി പോലീസ് നടത്തുന്ന പരിശോധന ഓപ്പറേഷൻ ഡി ഹണ്ട്. അതിഥി തൊഴിലാളികളെ മലയാള ഭാഷയും സംസ്കാരവും പഠിപ്പിക്കുന്നതിനായി കേരള സർക്കാർ സംസ്ഥാന സാക്ഷരതാ മിഷൻ വഴി നടപ്പാക്കുന്ന പദ്ധതി ചങ്ങാതി. അതിഥി തൊഴിലാളികളെ മലയാള ഭാഷയും സംസ്കാരവും പഠിപ്പിക്കുന്നതിനായി കേരള സർക്കാർ സംസ്ഥാന സാക്ഷരതാ മിഷൻ വഴി നടപ്പാക്കുന്ന പദ്ധതി ചങ്ങാതി. വയോജന സൗഹൃദ അന്തരീക്ഷം ഒരുക്കുന്നതിനും വയോജനങ്ങളുടെ മാനസികാരോഗ്യം ഉറപ്പുവരുത്തുന്നതിനുമായി കുടുംബശ്രീ നടപ്പാക്കുന്ന പദ്ധതി മധുരം. പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ പ്രമേയം പാസാക്കിയ ആദ്യ നിയമസഭ കേരളം. പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ പ്രമേയം പാസാക്കിയ ആദ്യ നിയമസഭ കേരളം. സംസ്ഥാനത്തെ ആരോഗ്യ പ്രവർത്തകരുടെയും രോഗികളുടെയും ആശുപത്രികളുടെയും സുരക്ഷിതത്വം ഉറപ്പാക്കാനുള്ള കോഡ് ഗ്രേ പ്രോട്ടോകോളുകൾ പുറത്തിറക്കിയ ആദ്യ സംസ്ഥാനം കേരളം. ഇന്ത്യയിലെ ആദ്യ അന്താരാഷ്ട്ര സഹകരണ മ്യൂസിയം നിലവിൽ വരുന്നത് കോഴിക്കോട്. ഇന്ത്യയിലെ ആദ്യ അന്താരാഷ്ട്ര സഹകരണ മ്യൂസിയം നിലവിൽ വരുന്നത് കോഴിക്കോട്. 2024 ഏത് നവോത്ഥാന നായകന്റെ സമാധിയുടെ ശതാബ്ദി ദിനാചരണത്തോട് അനുബന്ധിച്ചാണ് വള്ളിക്കുന്നത്ത്, അതായത് ആലപ്പുഴയിൽ പ്രതിമ സ്ഥാപിച്ചത്? ചട്ടമ്പി സ്വാമികളുടെ. ആലപ്പുഴയിലെ വള്ളിക്കുന്നിലാണ് ചട്ടമ്പി സ്വാമികളുടെ പ്രതിമ സ്ഥാപിച്ചത്. 2024 അദ്ദേഹത്തിന്റെ സമാധി ശതാബ്ദി ദിനാഘോഷങ്ങളോട് അനുബന്ധിച്ചാണ് ഇങ്ങനെ പ്രതിമ സ്ഥാപിച്ചത്. സ്കൂൾ പാഠപുസ്തകങ്ങളിൽ ഭരണഘടനയുടെ ആമുഖം ഉൾപ്പെടുത്തുന്ന ആദ്യ സംസ്ഥാനം കേരളം. സ്കൂൾ പാഠപുസ്തകങ്ങളിൽ ഭരണഘടനയുടെ ആമുഖം ഉൾപ്പെടുത്തുന്ന ആദ്യ സംസ്ഥാനം കേരളം. പരിസ്ഥിതി ബഡ്ജറ്റ് അവതരിപ്പിച്ച ആദ്യ സംസ്ഥാനം കേരളം. പരിസ്ഥിതി ബഡ്ജറ്റ് അവതരിപ്പിച്ച ആദ്യ സംസ്ഥാനം കേരളം. 2024 മാർച്ചിൽ ആദ്യമായി എറണാകുളം ജില്ലയിൽ റിപ്പോർട്ട് ചെയ്ത അപൂർവ രോഗമായ ലൈം രോഗത്തിന് കാരണമാകുന്ന ബാക്ടീരിയ ബൊറേലിയ ബർഗ്ഡോർഫെറി. ബൊറേലിയ ബർഗ്ഡോർഫെറി. കേരളത്തിലെ ആദ്യ ഡിജിറ്റൽ സാക്ഷരതാ മണ്ഡലം തളിപ്പറമ്പ്. കേരളത്തിലെ ആദ്യ ഡിജിറ്റൽ സാക്ഷരതാ മണ്ഡലം തളിപ്പറമ്പ്. ഇടം പദ്ധതിയിലൂടെയാണ് സമ്പൂർണ്ണ സാക്ഷരത കൈവരിക്കുന്നത്. ഇടം പദ്ധതിയുടെ എക്സ്പാൻഷൻ എഡ്യൂക്കേഷൻ ആൻഡ് ഡിജിറ്റൽ അവയർനെസ് മിഷൻ എന്നാണ്. മലയാളിയായ മനോജ് ചാക്കോയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച വിമാന കമ്പനി ഫ്ലൈ 91. മനുഷ്യ വന്യജീവി സംഘർഷം പ്രത്യേക ദുരന്തമായി പ്രഖ്യാപിക്കുന്ന ആദ്യ സംസ്ഥാനം കേരളം. മനുഷ്യ വന്യജീവി സംഘർഷം പ്രത്യേക ദുരന്തമായി പ്രഖ്യാപിക്കുന്ന ആദ്യ സംസ്ഥാനം കേരളം. ജലാഭിവൃദ്ധി പദ്ധതിയുടെ ഭാഗമായി കേന്ദ്ര സർക്കാർ തെരഞ്ഞെടുത്ത 6 നദികളിൽ കേരളത്തിൽ നിന്നുള്ള നദി പെരിയാർ. ലോകാരോഗ്യ സംഘടന വയോജന സൗഹൃദ നഗരമായി പ്രഖ്യാപിച്ച ദക്ഷിണേന്ത്യയിലെ ആദ്യ നഗരം കൊച്ചി. ലോകാരോഗ്യ സംഘടന വയോജന സൗഹൃദ നഗരമായി പ്രഖ്യാപിച്ച ദക്ഷിണേന്ത്യയിലെ ആദ്യ നഗരം കൊച്ചി. ഇന്ത്യയിൽ ഗണിതശാസ്ത്രജ്ഞനായ സംഗമ ഗ്രാമ മാധവന്റെ പേരിൽ ഗണിതശാസ്ത്ര പഠന കേന്ദ്രം ആരംഭിക്കുന്നത് കല്ലേറ്റുങ്കര, ഇരിഞ്ഞാലക്കുട. ഇത് തൃശ്ശൂർ ജില്ലയിലാണ്. അടുത്തത്
സംസ്ഥാനത്ത് ശൈശവ വിവാഹം നടത്തുന്നത് തടയുന്നതിനായുള്ള പദ്ധതി പൊൻവാക്ക്. സംസ്ഥാനത്ത് ശൈശവ വിവാഹം നടത്തുന്നത് തടയുന്നതിനുള്ള പദ്ധതി പൊൻവാക്ക്. വയനാട് പഞ്ചായത്തിൻ്റെയും ജില്ലാ ജൈവ വൈവിധ്യ പരിപാലന സമിതിയുടെയും നേതൃത്വത്തിൽ നടത്തിയ കാലാവസ്ഥ ഉച്ചകോടി ജാത്തിരെ. രാജ്യത്ത് ജില്ലാ പഞ്ചായത്ത് തലത്തിൽ കാർബൺ തുല്യതാ റിപ്പോർട്ട് പുറത്തിറക്കിയ ആദ്യ ജില്ല വയനാട്. രാജ്യത്ത് ജില്ലാ പഞ്ചായത്ത് തലത്തിൽ കാർബൺ തുല്യതാ റിപ്പോർട്ട് പുറത്തിറക്കിയ ആദ്യ ജില്ല വയനാട്. 2024 അന്തരിച്ച ഉണ്ണി ആറന്മുള ഏത് മേഖലയുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ്? സിനിമാ സംവിധായകനാണ്. അദ്ദേഹത്തിൻ്റെ സമ്പൂർണ്ണ നാമം KR ഉണ്ണികൃഷ്ണൻ നായർ എന്നാണ്. 2024 ഏപ്രിൽ അന്തരിച്ച മലയാളത്തിലെ പ്രശസ്ത സംഗീതജ്ഞൻ KG ജയൻ. ഏഷ്യൻ ടെലികോം അവാർഡ് 2024 ഇൻഫ്രാസ്ട്രക്ചർ ഇനീഷ്യേറ്റീവ് ഓഫ് ദി ഇയർ പുരസ്കാരം നേടിയ കേരളത്തിലെ പദ്ധതി കെ-ഫോൺ. ഏഷ്യൻ ടെലികോം അവാർഡ് 2024 ഇൻഫ്രാസ്ട്രക്ചർ ഇനീഷ്യേറ്റീവ് ഓഫ് ദി ഇയർ പുരസ്കാരം നേടിയ കേരളത്തിൻ്റെ പദ്ധതി കെ-ഫോൺ. ഇതിൻ്റെ എക്സ്പാൻഷൻ കേരള ഫൈബർ ഒപ്റ്റിക് നെറ്റ്വർക്ക് ലിമിറ്റഡ്. കളിസ്ഥലം ഇല്ലാത്ത വിദ്യാലയങ്ങൾ അടച്ചുപൂട്ടണമെന്ന് അഭിപ്രായപ്പെട്ട ഹൈക്കോടതി കേരള ഹൈക്കോടതി. കേരളത്തിൽ ആദ്യമായി പരീക്ഷണ ഓട്ടം നടത്തിയ ഡബിൾ ഡെക്കർ ട്രെയിൻ ഉദയ് ഡബിൾ ഡെക്കർ ട്രെയിൻ. പരീക്ഷണോട്ടം നടത്തിയത് പൊള്ളാച്ചി പാലക്കാട് റൂട്ടിലാണ്. പശ്ചിമഘട്ടത്തിൽ നിന്നും കണ്ടെത്തിയ നെമാസ്പീസ് വാൻകോഗി ഏത് ഇനത്തിൽപ്പെട്ട ജീവിയാണ്? പല്ലി. 2024 അന്താരാഷ്ട്ര സർഫിംഗ് ഫെസ്റ്റിവലിൻ്റെ വേദി വർക്കല. കേരളത്തിൽ ഏറ്റവും വലിയ വീടുകൾക്കും കെട്ടിടങ്ങൾക്കും ഈടാക്കുന്ന ആഡംബര നികുതി ഇനി മുതൽ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? അധിക നികുതി. കേരളത്തിൽ തുമ്പികളുടെ വൈവിധ്യം ഏറ്റവും കൂടുതലുള്ള സംരക്ഷിത മേഖല ഏതാണ്? ശെന്തുരുണി. 2ാം സ്ഥാനമുള്ളത് സൈലന്റ് വാലിക്കാണ്. പഠന നിലവാരത്തിൽ പിന്നിലുള്ള കുട്ടികൾക്ക് വീടുകളിലെത്തി പഠന പിന്തുണ ഉറപ്പാക്കുന്ന സംസ്ഥാന സർക്കാർ പദ്ധതി വീട്ടുമുറ്റത്തെ വിദ്യാലയം. പഠന നിലവാരത്തിൽ പിന്നിലുള്ള കുട്ടികൾക്ക് വീടുകളിലെത്തി പഠന പിന്തുണ ഉറപ്പാക്കുന്ന സംസ്ഥാന സർക്കാർ പദ്ധതി വീട്ടുമുറ്റത്തെ വിദ്യാലയം. ഫോബ്സ് മാസികയുടെ ആഗോള അതിസമ്പന്ന പട്ടികയിൽ ചരിത്രത്തിലാദ്യമായി ഇടം നേടിയ മലയാളി വനിത സാറ ജോർജ് മുത്തൂട്ട്. മലയാളികളിൽ ഒന്നാമത് MA യൂസഫലിയാണ്. എന്നാൽ മലയാളി വനിതകളിൽ ഒന്നാമത് സാറ ജോർജ് മുത്തൂറ്റ്. അന്താരാഷ്ട്ര കപ്പലുകൾക്ക് സർവീസ് നടത്താനുള്ള ഇന്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷൻ നിർദ്ദേശിക്കുന്ന ISPS ഇന്റർനാഷണൽ ഷിപ്പിംഗ് ആൻഡ് പോർട്ട് സെക്യൂരിറ്റി കോഡ് അംഗീകാരം ലഭിച്ച കേരളത്തിലെ തുറമുഖം വിഴിഞ്ഞം തുറമുഖം. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിൻ്റെ ലൊക്കേഷൻ കോഡ് IN-TRV-01. അതിൽ IN ഇന്ത്യ എന്നും TRV തിരുവനന്തപുരം ജില്ലയുമാണ് സൂചിപ്പിക്കുന്നത്. ആദ്യം ലഭിച്ചിരുന്ന കോഡ് ഇന്ത്യയുടെയും നെയ്യാറ്റിൻകരയുടെയും ചുരുക്കെഴുത്ത് രൂപമായിരുന്നു. അതായത് IN-NYY1 എന്നതായിരുന്നു. അടുത്തത് ശംഖുമുഖം കടൽ തീരത്ത് മുട്ടയിടാൻ എത്തിയ വംശനാശ ഭീഷണി നേരിടുന്ന കടലാമ ഒലിവ് റിഡ്ലി കടലാമ. ഇന്ത്യയിൽ ആദ്യമായി തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത സോഫ്റ്റ്വെയറിൽ പ്രവർത്തിക്കുന്ന തുറമുഖ നാവിഗേഷൻ സെന്റർ സ്ഥാപിക്കപ്പെടുന്നത് വിഴിഞ്ഞം. മദ്രാസ് IIT ആണ് ഈ സോഫ്റ്റ്വെയർ വികസിപ്പിച്ചെടുത്തത്. ദ്രാവിഡ ഭാഷകൾക്കായി തയ്യാറാക്കിയ ഓൺലൈൻ നിഘണ്ടു സമം. ഞാറ്റേല ശ്രീധരൻ്റെ ദ്രാവിഡ ഭാഷ പദപരിചയത്തിൻ്റെ ഓൺലൈൻ രൂപമാണിത്. ഫോബ്സ് പുറത്തിറക്കിയ 2024 ലോകത്തിലെ മികച്ച ബാങ്കുകളുടെ പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യയിൽ നിന്നുള്ള ഏക റീജിയണൽ റൂറൽ ബാങ്ക് കേരള ഗ്രാമീൺ ബാങ്ക്. ഇന്ത്യയിലെ 18ാമത് മികച്ച ബാങ്കുമാണ്. അതുപോലെ ഇന്ത്യയിലെ ഏക റീജിയണൽ റൂറൽ ബാങ്കാണ്. ഈ പട്ടികയിൽ ഇടം നേടുന്ന ഇന്ത്യയിലെ 18ാമത് മികച്ച ബാങ്കാണ്. അതുപോലെ തന്നെ ഇന്ത്യയിലെ ഏക റീജിയണൽ റൂറൽ ബാങ്കാണ്. ആക്രി കച്ചവടത്തിന്റെ മറവിൽ നടത്തുന്ന കോടികളുടെ നികുതി വെട്ടിപ്പ് കണ്ടെത്താൻ സംസ്ഥാന GST വകുപ്പ് നടത്തിയ പരിശോധന ഓപ്പറേഷൻ പാംട്രി. ആക്രി കച്ചവടത്തിന്റെ മറവിൽ നടത്തുന്ന കോടികളുടെ നികുതി വെട്ടിപ്പ് കണ്ടെത്താൻ സംസ്ഥാന GST വകുപ്പ് നടത്തിയ പരിശോധന ഓപ്പറേഷൻ പാംട്രി. കുട്ടികളുടെ നൂതന സംരംഭ ആശയങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനായി കുടുംബശ്രീ ആരംഭിച്ച പദ്ധതി മൈൻഡ് ബ്ലോവേഴ്സ്. പാലിയേറ്റീവ് കെയർ നയം പ്രഖ്യാപിച്ച ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം കേരളം. പാലിയേറ്റീവ് കെയർ നയം പ്രഖ്യാപിച്ച ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം കേരളം. രജിസ്ട്രേഷൻ ഇടപാടുകൾക്ക് സ്റ്റാമ്പ് നിർബന്ധമാക്കിയ സംസ്ഥാനം കേരളം. രജിസ്ട്രേഷൻ ഇടപാടുകൾക്ക് സ്റ്റാമ്പ് നിർബന്ധമാക്കിയ സംസ്ഥാനം കേരളം. ചട്ടമ്പി സ്വാമികളുടെ 100ാം സമാധി വാർഷികത്തോടനുബന്ധിച്ച് ചട്ടമ്പി സ്വാമികളുടെ പ്രതിമ സ്ഥാപിച്ചത് ശ്രീകണ്ഠേശ്വരം ചട്ടമ്പസ്വാമി പാർക്ക്, തിരുവനന്തപുരം.
ഇന്ത്യയിലെ ആദ്യ ഭാഷാ സാഹിത്യ സാംസ്കാരിക മ്യൂസിയം അക്ഷരം മ്യൂസിയം, നാട്ടകം, കോട്ടയം. ഇന്ത്യയിലെ ആദ്യത്തെ ഭാഷാ സാഹിത്യ സാംസ്കാരിക മ്യൂസിയം അക്ഷരം മ്യൂസിയം, ഇത് കോട്ടയം ജില്ലയിലാണ്. അടുത്തിടെ ഹാംബ്രോ സിസ്റ്റം, സഹ്യാദ്രി, ഇരുരശെന്തുരണി എന്നീ ചിലന്തികളെ കണ്ടെത്തിയ കേരളത്തിലെ വന്യജീവി സങ്കേതം ശെന്തുരണി വന്യജീവി സങ്കേതം. 2024 25 വർഷം പിന്നിടുന്ന കേരളത്തിലെ അന്താരാഷ്ട്ര വിമാനത്താവളം കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം. ഗ്രീൻ ഹൈഡ്രജൻ ഉൽപ്പാദിപ്പിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ വിമാനത്താവളം കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം. എയർ ഇന്ത്യയുടെ ആഗോള സോഫ്റ്റ്വെയർ വികസന കേന്ദ്രം നിലവിൽ വരുന്ന കേരളത്തിലെ നഗരം കൊച്ചി. വിദേശത്തേക്ക് വളർത്തുന്ന മൃഗങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുവാനുള്ള പെറ്റ് എക്സ്പോർട്ട് അനുമതി ലഭിച്ച കേരളത്തിലെ ആദ്യ എയർപോർട്ട് കൊച്ചി. ഇന്ത്യയിലെ ഏറ്റവും വലിയ എയർ ലോഞ്ച് നിലവിൽ വരുന്നത് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം. 2024 50 ആണ്ട് പൂർത്തിയാക്കുന്ന ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗത്തിന്റെ 2ാമത്തെ മുഖപത്രം യോഗനാഥം. അടുത്തിടെ അന്തരിച്ച കേരളത്തിലെ ആദ്യ വനിതാ ജയിൽ സൂപ്രണ്ട് മേരി രത്നാബായ്. കാപ്പ ചുമത്തിയവരെയും പിടികിട്ടാപ്പുള്ളികളെയും പിടികൂടുക എന്ന ലക്ഷ്യത്തോടെ കേരള പോലീസ് ആരംഭിച്ച ഓപ്പറേഷൻ ആഗ്. 2025 ജനുവരി 1 ശേഷം മുഴുവൻ അധ്യാപകർക്കും AI പരിശീലനം ലഭിച്ച ആദ്യ സംസ്ഥാനം കേരളം. 2024 4ാമത് ലോക കേരള സഭയുടെ വേദി തിരുവനന്തപുരം. ഉഷ്ണതരംഗം പ്രഖ്യാപിക്കപ്പെട്ട കേരളത്തിലെ 2ാമത്തെ ജില്ല തൃശൂർ, ആദ്യത്തെ ജില്ല പാലക്കാട്. ഉഷ്ണതരംഗം പ്രഖ്യാപിക്കപ്പെട്ട കേരളത്തിലെ 2ാമത്തെ ജില്ല തൃശൂർ, ആദ്യത്തെ ജില്ല പാലക്കാട്. 2024 മെയ് 6 അന്തരിച്ച പ്രശസ്ത മലയാള ചലച്ചിത്ര സംവിധായകൻ ഹരികുമാർ. 2024 മെയ്യിൽ അന്തരിച്ച പ്രശസ്ത സംവിധായകനും ഛായാഗ്രഹകനുമായ വ്യക്തി സംഗീത് ശിവൻ. കേരളത്തിലെ 2ാമത്തെ മെട്രോ റെയിൽ നിലവിൽ വരുന്ന ജില്ല തിരുവനന്തപുരം. കേരളത്തിലെ ആദ്യ മെട്രോ റെയിൽ നിലവിൽ വന്നത് കൊച്ചി. സർക്കാർ ആശുപത്രിയിൽ ജനിക്കുന്ന നവജാത ശിശുക്കളുടെ ജനന വൈകല്യം കണ്ടെത്തുന്നതിനുള്ള സമഗ്ര ആരോഗ്യ പരിശോധനാ പദ്ധതി ശലഭം പദ്ധതി. സർക്കാർ ആശുപത്രിയിൽ ജനിക്കുന്ന നവജാത ശിശുക്കളുടെ ജനന വൈകല്യം കണ്ടെത്തുന്നതിനുള്ള സമഗ്ര ആരോഗ്യ പരിശോധന പദ്ധതി ശലഭം പദ്ധതി. 2024 മെയ്യിൽ അന്തരിച്ച പ്രശസ്ത മേള വിദ്വാൻ കേളത്ത് അരവിന്ദാക്ഷൻ മാരാർ. കുടുംബശ്രീ അംഗങ്ങളുടെ കലാ സാംസ്കാരിക സാമൂഹിക ഉന്നമനത്തിനായി ADS വഴി നടപ്പാക്കുന്ന പദ്ധതി എന്നിടം. കുടുംബശ്രീ അംഗങ്ങളുടെ കലാ സാംസ്കാരിക സാമൂഹിക ഉന്നമനത്തിനായി ADS വഴി നടപ്പാക്കുന്ന പദ്ധതി എന്നിടം. കപ്പലുകളെ തകർക്കുന്ന ബോംബുകളെ കണ്ടെത്താനും നിർവീര്യമാക്കാനും കെൽട്രോൺ നിർമ്മിച്ച സംവിധാനം മാരീച്ച്. 2024 മെയ്യിൽ അന്തരിച്ച മാങ്ങാട് നടേശൻ ഏത് മേഖലയിൽ പ്രശസ്തനാണ്? കർണാടക സംഗീതം. നാസയുടെ ചന്ദ്രദൗത്യമായ ആർടെമിസിൽ പങ്കാളിയാകാനുള്ള പരിശീലനം പൂർത്തിയാക്കിയ ഇന്ത്യൻ വംശജനായ ബഹിരാകാശ ശാസ്ത്രജ്ഞൻ. നാസയുടെ ചന്ദ്രദൗത്യമായ ആർടെമിസിൽ പങ്കാളിയാവാനുള്ള പരിശീലനം പൂർത്തിയാക്കിയ ഇന്ത്യൻ വംശജനായ ബഹിരാകാശ യാത്രികൻ ഡോക്ടർ അനിൽ മേനോൻ. ശാരീരിക മാനസിക വെല്ലുവിളി നേരിടുന്നവരെ കിടപ്പ് രോഗികളെയും പരിചരിക്കുന്നതിന് പ്രതിമാസം 600 രൂപ ധനസഹായം നൽകുന്ന പദ്ധതി ആശ്വാസകിരണം. ഇന്ദുലേഖ എന്ന ഛായാചിത്രം വരച്ച പ്രശസ്ത ചിത്രകാരൻ രാജാ രവിവർമ്മ. 2024 ഏപ്രിൽ 17 കോടി രൂപയ്ക്ക് ലേലം ചെയ്യപ്പെട്ട രാജാ രവിവർമ്മയുടെ ഓയിൽ പെയിന്റിംഗ് മോഹിനി. ചിഹ്നഗ്രഹങ്ങളെ കണ്ടെത്തിയ ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി എന്ന ബഹുമതി നേടിയ മലയാളി ശ്രേയസ് ഗിരീഷ്. അദ്ദേഹം കണ്ടെത്തിയ ഗ്രഹത്തിന്റെ പേര് IRAS 04125+2902b എന്നാണ്. അപ്പോൾ ചിഹ്നഗ്രഹങ്ങളെ കണ്ടെത്തിയ ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി എന്ന ബഹുമതി നേടിയ മലയാളി ശ്രേയസ് ഗിരീഷ്. വിനോദസഞ്ചാര കേന്ദ്രമായ വാഗമൺ മലനിരകളിൽ നിന്ന് ഗവേഷകർ കണ്ടെത്തിയ പുതിയ സസ്യം ലിറ്റ്സിയ വാഗമണിക. കേരള ബാങ്കിൽ അക്കൗണ്ടുള്ള ഉപയോക്താക്കൾക്ക് മറ്റു വാണിജ്യ ബാങ്കുകൾ നൽകുന്ന എല്ലാ ഡിജിറ്റൽ സൗകര്യങ്ങളും ഉറപ്പാക്കുന്ന മൊബൈൽ ബാങ്കിംഗ് ആപ്ലിക്കേഷൻ KB പ്രൈം. ലോകത്തിലെ ഏറ്റവും മികച്ച 25 ലക്ഷറി ഹോട്ടലുകളുടെ പട്ടികയിൽ 11ാമത് എത്തിയ മൂന്നാറിലെ ആഡംബര റിസോർട്ട് ചാണ്ടീസ് വിൻഡി വുഡ്സ്. കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച അയൽക്കൂട്ട ഓക്സിലറി അംഗങ്ങളുടെ കലാമേളയായ അരങ്ങ് 2024 വേദി. പീലിക്കോട് കാസർഗോഡ്. ഓക്സിലറി
അംഗങ്ങളുടെ കലാമേളയായ അരങ്ങ് 24ന്റെ വേദി പീലിക്കോട്, കാസർഗോഡ്. 2024 ജൂണിൽ അന്തരിച്ച പ്രശസ്ത മാധ്യമ പ്രവർത്തകൻ BRP ഭാസ്കർ. സ്കൂൾ ബസ്സുകൾ ട്രാക്ക് ചെയ്യുന്നതിനായി രക്ഷിതാക്കൾക്കായി കേരള മോട്ടോർ വാഹന വകുപ്പ് തയ്യാറാക്കിയ മൊബൈൽ ആപ്പ് വിദ്യാവാഹൻ. റോഡ് സുരക്ഷ പരിഗണിച്ച് ഡ്രൈവിംഗ് സ്കൂൾ വാഹനങ്ങൾ തിരിച്ചറിയുന്നതിന് ഏത് നിറമാണ് നിർബന്ധമാക്കുന്നത്? മഞ്ഞ നിറം. രൂപമാറ്റം വരുത്തിയ വാഹനങ്ങൾ പിടികൂടാനായി മോട്ടോർ വാഹന വകുപ്പ് നടത്തിയ ഓപ്പറേഷൻ മോട്ടോർ വാഹന വകുപ്പ് നടത്തിയ ഓപ്പറേഷൻ ധാർ. ഗ്രീൻ ഹൈഡ്രജൻ വാലി പദ്ധതി കേരളത്തിൽ നടപ്പാക്കുന്ന സ്ഥലങ്ങൾ കൊച്ചി, തിരുവനന്തപുരം. ഗ്രീൻ ഹൈഡ്രജൻ വാലി പദ്ധതി നടപ്പാക്കുന്ന കേരളത്തിലെ സ്ഥലങ്ങൾ കൊച്ചി, തിരുവനന്തപുരം. ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ വിവിധ പേരുകളിൽ അറിയപ്പെടുന്ന ഓപ്പറേഷനുകൾക്കെല്ലാം കൂടി നൽകിയ പൊതുവായ പേര് ഓപ്പറേഷൻ ലൈഫ്, ഓപ്പറേഷൻ ജാഗറി, ഓപ്പറേഷൻ മത്സ്യ, ഓപ്പറേഷൻ ഷവർമ, ഓപ്പറേഷൻ ഹോളിഡേ. ഈ ഓപ്പറേഷനുകളെല്ലാം ചേർന്നിട്ടാണ് ഓപ്പറേഷൻ ലൈഫ് എന്ന പുതിയ പേര് കൊടുത്തിരിക്കുന്നത്. 2024 വിവരാവകാശ നിയമത്തിന്റെ പരിധിയിൽപ്പെടുത്തിയ കേരളത്തിലെ സ്ത്രീ ശാക്തീകരണ പ്രസ്ഥാനം കുടുംബശ്രീ. SCERTയുടെ പുതുക്കിയ പാഠ്യപദ്ധതി പ്രകാരം തയ്യാറാക്കപ്പെട്ട പാഠഭാഗങ്ങൾക്കനുസൃതമായി പരിഷ്കരിച്ച പോർട്ടൽ സമഗ്ര പ്ലസ് പോർട്ടൽ. അർഹരായ മുഴുവൻ വിദ്യാർത്ഥികളെയും വോട്ടർമാരാക്കിയ ഇന്ത്യയിലെ ആദ്യ ജില്ല കണ്ണൂർ. കേരളത്തിൽ നിന്നും ഏറ്റവും കൂടുതൽ തവണ MP ആകുന്ന നേതാവ് എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് കൊടിക്കുന്നിൽ സുരേഷ്. മാവേലിക്കരയാണ് അദ്ദേഹത്തിന്റെ മണ്ഡലം. 8 തവണയാണ് ആയിട്ടുള്ളത്. കേരളത്തിൽ നിന്നും ഏറ്റവും കൂടുതൽ തവണ MP ആകുന്ന നേതാവ് എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് കൊടിക്കുന്നിൽ സുരേഷ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ള ജില്ല മലപ്പുറം. കേരളത്തിൽ 18ാമത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നത് എന്ന്? 2024 ഏപ്രിൽ 26. ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ള കേരളത്തിലെ ലോക്സഭാ മണ്ഡലം മലപ്പുറം. അപ്പോൾ ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ള കേരളത്തിലെ ജില്ലയും അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ള കേരളത്തിലെ ലോക്സഭാ മണ്ഡലവും സെയിമാണ്, അത് മലപ്പുറമാണ്. ഏറ്റവും കുറവ് വോട്ടർമാരുള്ള കേരളത്തിലെ ലോക്സഭാ മണ്ഡലം വയനാട്. കേരളത്തിൽ നിന്നുള്ള MPമാരിൽ ഏറ്റവും പ്രായം കൂടിയ വ്യക്തി ET മുഹമ്മദ് ബഷീർ. കേരളത്തിൽ നിന്നുള്ള MPമാരിൽ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി ഹൈബീഡൻ. ഇലക്ഷൻ ഡ്യൂട്ടിക്കായി സർക്കാർ ജീവനക്കാരെ തിരഞ്ഞെടുക്കുന്നതിന് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അവതരിപ്പിച്ച പോർട്ടൽ ഓർഡർ. വയനാട് ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ചത് പ്രിയങ്ക ഗാന്ധി. ചേലക്കര നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ചത് UR പ്രദീപ്. പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ചത് രാഹുൽ മാങ്കൂട്ടത്തിൽ. ആളുകൾ കൂട്ടമായി താമസിക്കുന്ന കോളനികൾ ഇനി മുതൽ അറിയപ്പെടുന്നത് നഗർ. കേരളത്തിൽ പുതിയ നാവികസേന ഉപകേന്ദ്രം സ്ഥാപിതമാകുന്നത് മുട്ടത്തറ. ഇത് തിരുവനന്തപുരം ജില്ലയിലാണ്. കേരളത്തിൽ പുതിയ നാവികസേന ഉപകേന്ദ്രം സ്ഥാപിതമാകുന്നത് മുട്ടത്തറ. ഇത് തിരുവനന്തപുരം ജില്ലയാണ്. കേരളത്തിലെ ആദ്യ ട്രാൻസ്ജെൻഡർ കഥകളി കലാകാരി രഞ്ജുമോൾ മോഹൻ. കേരളത്തിലെ ആദ്യ ട്രാൻസ്ജെൻഡർ കഥകളി കലാകാരി രഞ്ജുമോൾ മോഹൻ. കൊച്ചി സിറ്റി പോലീസ് ആരംഭിച്ച ലഹരി വിരുദ്ധ പദ്ധതി പോഡ. 2024 അന്തരിച്ച കൊൽക്കത്തയുടെ ചരിത്രകാരൻ എന്നറിയപ്പെടുന്ന മലയാളി P തങ്കപ്പൻ നായർ. 2024 അന്തരിച്ച കൊൽക്കത്തയുടെ ചരിത്രകാരൻ എന്നറിയപ്പെടുന്ന മലയാളി P തങ്കപ്പൻ നായർ. കേരളത്തിലെ വീടുകളെ സന്തോഷ കേന്ദ്രങ്ങളാക്കാൻ ഹാപ്പിനെസ് കേന്ദ്രങ്ങൾ ആരംഭിക്കുന്ന സ്ഥാപനം കുടുംബശ്രീ. കേരളത്തിലെ വീടുകളെ സന്തോഷ കേന്ദ്രങ്ങളാക്കാൻ ഹാപ്പിനെസ് കേന്ദ്രങ്ങൾ ആരംഭിക്കുന്ന സംസ്ഥാനം കുടുംബശ്രീ. യുനെസ്കോയുടെ സാഹിത്യ നഗര പദ്ധതി കൈവരിച്ച ആദ്യ ഇന്ത്യൻ നഗരം കോഴിക്കോട്. യുനെസ്കോയുടെ സാഹിത്യ നഗര പദ്ധതി കൈവരിച്ച ആദ്യ ഇന്ത്യൻ നഗരം കോഴിക്കോട്. ഇന്ത്യയിലെ ആദ്യ സാഹിത്യ നഗരമായി കോഴിക്കോടിനെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത് എന്ന്? 2024 ജൂൺ 23. 2024 GI ടാഗ് പദ്ധതി ലഭിച്ച ഇന്ത്യയിലെ ആദ്യ വനോൽപ്പന്നം നിലമ്പൂർ തേക്ക്. ഇന്ത്യയിലെ ആദ്യത്തെ സർക്കാരിന് കീഴിലുള്ള അവയവ മാറ്റ ആശുപത്രി നിലവിൽ വരുന്നത് ചേവായൂർ, കോഴിക്കോട്. ഇന്ത്യയിലെ ആദ്യത്തെ സർക്കാരിന് കീഴിലുള്ള അവയവ മാറ്റ ആശുപത്രി നിലവിൽ വരുന്നത് ചേവായൂർ, കോഴിക്കോട്. ബോട്ടുകളിൽ പുസ്തകങ്ങൾ വായിക്കുന്നതിനായുള്ള ജലഗതാഗത വകുപ്പിന്റെ പദ്ധതി പുസ്തകത്തോണി. ബോട്ടുകളിൽ പുസ്തകങ്ങൾ വായിക്കുന്നതിനായുള്ള ജലഗതാഗത വകുപ്പിന്റെ പദ്ധതി പുസ്തകത്തോണി. SSLC+2 പരീക്ഷകളിൽ തോറ്റവരെയും പാതി വഴിയിൽ പഠനം മുടങ്ങിയവരെയും കണ്ടെത്തി പഠനം തുടരാനും
പരീക്ഷ എഴുതാനും പ്രേരണയും സഹായവും നൽകുന്ന കേരള പോലീസിന്റെ പദ്ധതി ഹോപ്പ്. 2024 നിയമസഭയിലെ ചട്ടങ്ങളിൽ അടിയന്തര പ്രമേയം എന്നതിന് പകരം വന്ന വാക്ക് നടപടികൾ നിർത്തിവെക്കാനുള്ള ഉപക്ഷേപം. 2024 നിയമസഭയിൽ ചട്ടങ്ങളിൽ അടിയന്തര പ്രമേയം എന്ന വാക്കിന് പകരം ഉപയോഗിക്കുന്നത് നടപടികൾ നിർത്തിവെക്കാനുള്ള ഉപക്ഷേപം എന്നാണ്. സത്യപ്രതിജ്ഞ എന്ന വാക്കിന് പകരം വന്ന പദം ശപഥം എന്നാണ്. അവിശ്വാസ പ്രമേയം എന്നതിന് പകരം വന്ന വാക്ക് അവിശ്വാസം രേഖപ്പെടുത്തുവാനുള്ള ഉപക്ഷേപം എന്നാണ്. നന്ദി പ്രമേയം എന്നതിന് പകരം നന്ദി രേഖപ്പെടുത്താനുള്ള ഉപക്ഷേപം എന്നാണ്. ദരിദ്രരും ദുർബലരുമായ കുടുംബങ്ങളുടെ ചികിത്സയ്ക്കായി പ്രതിവർഷം 5 ലക്ഷം രൂപ ചികിത്സയ്ക്കായി നൽകുന്ന ആരോഗ്യ സംരക്ഷണ പദ്ധതി കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി കാസ്. കേരളത്തിലെ ആദ്യ KSRTC ഡ്രൈവിംഗ് സ്കൂൾ ആരംഭിച്ചത് തിരുവനന്തപുരം. ഉപരിപഠനത്തിന് അർഹതയുണ്ടായിട്ടും ആഗ്രഹിച്ച കോഴ്സിന് പ്രവേശനം ലഭിക്കാത്തവർക്ക് ഏത് പ്രായത്തിലും ഓൺലൈനായി രജിസ്റ്റർ ചെയ്ത് +2 നേടാനുള്ള കേരള സർക്കാരിൻ്റെ പദ്ധതി സ്കോൾ. ഉപരിപഠനത്തിന് അർഹതയുണ്ടായിട്ടും ആഗ്രഹിച്ച കോഴ്സിന് പ്രവേശനം ലഭിക്കാത്തവർക്കും ഏത് പ്രായത്തിലും ഓൺലൈനായി രജിസ്റ്റർ ചെയ്ത് +2 നേടാനുള്ള കേരള സർക്കാരിൻ്റെ പദ്ധതി സ്കോൾ കേരള എന്നാണ്. കേരളത്തിലെ ആദ്യ മിലി മാർട്ട് നിലവിൽ വന്നത് പഴവങ്ങാടി തിരുവനന്തപുരം. കേരളത്തിലെ ആദ്യ മിലി മാർട്ട് നിലവിൽ വന്നത് പഴവങ്ങാടി തിരുവനന്തപുരം. ഇന്ത്യയിലെ ഏറ്റവും മികച്ച പാസ്പോർട്ട് ഓഫീസായി തിരഞ്ഞെടുക്കപ്പെട്ടത് കൊച്ചി റീജിയണൽ പാസ്പോർട്ട് ഓഫീസ്. അമീബിക് മസ്തിഷ്ക ജ്വരത്തിനെതിരെ ഇന്ത്യയിൽ ആദ്യമായി മാർഗരേഖ പുറത്തിറക്കിയ സംസ്ഥാനം കേരളം. ഇന്ത്യയിലെ ആദ്യ മഴമാപിനി വെബ്സൈറ്റ് പുറത്തിറക്കിയ ജില്ല വയനാട്. തദ്ദേശ വാർഡ് വിഭജനത്തിന്റെ വിവരശേഖരണത്തിനായി ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷന്റെ പേര് ക്യൂഫീൽഡ്. തദ്ദേശ വാർഡ് വിഭജനത്തിന്റെ വിവരശേഖരണത്തിനായി ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷന്റെ പേര് ക്യൂഫീൽഡ്. വീടുകളുടെ മേൽക്കൂരയിൽ സൗരോർജ്ജ പാളികൾ സ്ഥാപിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന കേന്ദ്ര സർക്കാർ പദ്ധതി പുരപ്പുറ സൗരവൈദ്യുത പദ്ധതി. പ്രധാനമന്ത്രി സൂര്യഘർ മുക്ത ബിജ്ലി യോജന. പുരപ്പുര സൗര വൈദ്യുത പദ്ധതി പ്രധാനമന്ത്രി സൂര്യഘർ മുക്ത ബിജ്ലി യോജന. കേരള സർക്കാർ നഗരസഭകളിൽ നടപ്പാക്കുന്ന അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതിയുടെ പുതുക്കിയ വേതനം 346. അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതിയുടെ പുതുക്കിയ വേതന നിരക്ക് 346 രൂപ. കേരള ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രളയങ്ങളിൽ ഒന്നായിരുന്ന 99 വെള്ളപ്പൊക്കത്തിന്റെ എത്രാം വാർഷികമാണ് 2024 ജൂലൈയിൽ ആരംഭിച്ചത്? 100-ാം വാർഷികം. 2024 അന്തരിച്ച ലോക പ്രശസ്ത ഹൃദയ ശസ്ത്രക്രിയാ വിദഗ്ധൻ ഡോക്ടർ MS വല്യത്താൻ. അദ്ദേഹത്തിന്റെ ആത്മകഥയാണ് മയൂരശിഖ, ജീവിതം, അനുഭവം, അറിവ്. പശ്ചിമഘട്ടത്തിൽ നിന്നും കണ്ടെത്തിയ മഞ്ഞ പൊട്ടുവാലൻ ഏത് ജീവിവർഗത്തിൽ പെടുന്നു? പാമ്പ്. വ്യവസായ നയത്തിന്റെ സമഗ്ര AI നയം പ്രഖ്യാപിച്ച സംസ്ഥാനം കേരളം. കിടപ്പ് രോഗികളെ വീട്ടിലെത്തി പരിശോധിക്കുന്ന അലോപ്പതി, ഹോമിയോപ്പതി, ആയുർവേദ വിഭാഗങ്ങളുടെ പരിചരണ പദ്ധതി അരികെ. 2024 ജൂലൈയിൽ അന്തരിച്ച അരോമ മണി എന്ന M മണി ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സിനിമ. അന്താരാഷ്ട്ര കയാക്കിംഗ് ഫെസിലിറ്റേഷൻ സെന്റർ സ്ഥാപിച്ചത്? പുലിക്കയം, കോടഞ്ചേരി, കോഴിക്കോട്. കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ 2023 റിപ്പോർട്ട് പ്രകാരം കേരളത്തിലെ ഏറ്റവും മലിനമായ നദി കല്ലായി പുഴ, കോഴിക്കോട്. രണ്ടാമത്തേത് കരമനയാറാണ്, അത് തിരുവനന്തപുരം ജില്ലയിലാണ്. ഏറ്റവും മലിനമാക്കപ്പെട്ട നദി ഏതാണ്? കല്ലായി പുഴയാണ്. കേന്ദ്ര കിഴങ്ങ് വിള ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ച മരച്ചീനി കൃഷി നശിപ്പിക്കുന്ന മൊസൈക്ക രോഗത്തെ പ്രതിരോധിക്കുന്ന മരച്ചീനി ഇനം ശ്രീശക്തി. കേന്ദ്ര കിഴങ്ങ് വിള ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ച മരച്ചീനി കൃഷി നശിപ്പിക്കുന്ന മൊസൈക്ക രോഗത്തെ പ്രതിരോധിക്കുന്ന മരച്ചീനി ഇനം ശ്രീശക്തി. കേരള സർക്കാർ ആരംഭിക്കാനിരിക്കുന്ന വിമാന സർവീസ് കമ്പനി എയർ കേരള. കേരള സർക്കാർ ആരംഭിക്കാനിരിക്കുന്ന വിമാന സർവീസ് കമ്പനി എയർ കേരള. 2024 കേരളത്തിൽ നിന്ന് ട്രേഡ് മാർക്ക് ലഭിച്ചത് എന്തിനാണ്? ഓണവില്ല്. ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രം. ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലെ ഓണവില്ലിനാണ് ട്രേഡ് മാർക്ക് ലഭിച്ചത്. ഇന്ത്യയിലെ ആദ്യ അന്താരാഷ്ട്ര ജനറേറ്റീവ് AI കോൺക്ലേവിന് വേദിയാകുന്നത്? ഇന്റർനാഷണൽ ജനറേറ്റർ AI കോൺക്ലേവിന് വേദിയാകുന്നത് കൊച്ചിയാണ്. കേരളത്തിലെ ആദ്യത്തെ സ്പോർട്സ് കേന്ദ്രം നിലവിൽ വരുന്നത് തലശ്ശേരി VR കൃഷ്ണയ്യർ മെമ്മോറിയൽ മുനിസിപ്പൽ സ്റ്റേഡിയത്തിലാണ്. കേരളത്തിലെ ആദ്യത്തെ സ്പോർട്സ് കേന്ദ്രം തലശ്ശേരി VR കൃഷ്ണയ്യർ മെമ്മോറിയൽ മുനിസിപ്പൽ സ്റ്റേഡിയം.
2024 ഇന്ത്യയിലെ മികച്ച കുടുംബാരോഗ്യ പട്ടികയിൽ ഉൾപ്പെട്ട കേരളത്തിലെ കുടുംബ കേന്ദ്രം കോട്ടയ്ക്കൽ കുടുംബാരോഗ്യ കേന്ദ്രം, മലപ്പുറം ജില്ലയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ബഷീർ സ്മാരക ആകാശമിട്ടായി സ്ഥാപിതമായത് ബേപ്പൂർ. ബഷീർ സ്മാരകമായ ആകാശമിട്ടായി സ്ഥാപിതമായത് ബേപ്പൂർ. ആയുഷ്മാൻ ഭാരത് ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററുകൾ ഏതു പേരിലാണ് ഇനി അറിയപ്പെടുക? ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ. ഇതിന്റെ ടാഗ് ലൈൻ ആരോഗ്യം പരമധനം എന്നാണ്. ആയുഷ്മാൻ ഭാരത് ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററുകൾ ഇനി അറിയപ്പെടുന്ന പേര് ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ എന്നാണ്. ഇതിന്റെ ടാഗ് ലൈൻ ആരോഗ്യം പരമധനം എന്നാണ്. പ്രധാനമന്ത്രി മൻ കി ബാത്തിലൂടെ പരാമർശിച്ച കേരളത്തിലെ സംരംഭം കാർത്തുമ്പി കുട നിർമ്മാണം. അട്ടപ്പാടിയിലെ കാർത്തുമ്പി കുട നിർമ്മാണമാണ് പ്രധാനമന്ത്രി മൻ കി ബാത്തിലൂടെ പരാമർശിച്ച കേരളത്തിലെ സംരംഭം. 2024 സംസ്ഥാന സ്കൂൾ കലോത്സവം നടന്ന ജില്ല ഏത്? തിരുവനന്തപുരം. 66ാമത് സംസ്ഥാന സ്കൂൾ കായികമേള 2024 നടന്ന ജില്ല എറണാകുളം. 2024 വർഷത്തെ ശാസ്ത്രമേള വേദി ആലപ്പുഴ. 2024 വർഷത്തെ ശാസ്ത്രമേളയുടെ വേദി ആലപ്പുഴ. സംസ്ഥാനത്തെ ഹോട്ടലുകളിൽ GST വകുപ്പ് നടത്തിയ പരിശോധന ഓപ്പറേഷൻ ഫാനം. സംസ്ഥാനത്തെ ഹോട്ടലുകളിൽ GST വകുപ്പ് നടത്തിയ പരിശോധന ഓപ്പറേഷൻ ഫാനം. ഹരിതകർമ്മ സേനാംഗങ്ങളുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് വിവരങ്ങൾ തത്സമയം അറിയാനുള്ള മൊബൈൽ ആപ്പ് ഹരിതമിത്രം. ഹരിതകർമ്മ സേനാംഗങ്ങളുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് വിവരങ്ങൾ തത്സമയം അറിയാനുള്ള മൊബൈൽ ആപ്പ് ഹരിതമിത്രം. കേരളത്തിലെ പ്രധാന നഗരത്തിലെ പാർക്കിംഗ് സ്ഥല ലഭ്യത അറിയാൻ മുൻകൂട്ടി പണമടച്ച് റിസർവ് ചെയ്യുന്നതിനുള്ള ആപ്പ് വികസിപ്പിച്ചത് KMTA കൊച്ചി മെട്രോപൊളിറ്റൻ ട്രാൻസ്പോർട്ട് അതോറിറ്റി. ലോകമെമ്പാടുമുള്ള കേരളീയ പ്രവാസികളെ ഒരു കുടക്കീഴിൽ ഒരുമിപ്പിക്കുന്ന ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ലോക കേരള ഓൺലൈൻ പോർട്ടൽ. ലോകത്തെമ്പാടുമുള്ള കേരളീയ പ്രവാസികളെ ഒരു കുടക്കീഴിൽ ഒരുമിപ്പിക്കുന്ന ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ലോക കേരളം ഓൺലൈൻ പോർട്ടൽ. അന്താരാഷ്ട്ര തുറമുഖ സാധ്യതകൾ തുറക്കുന്ന ഇമിഗ്രേഷൻ ചെക്ക് പോയിന്റ് പദവി നേടിയ കേരളത്തിലെ തുറമുഖം കൊല്ലം തുറമുഖം. 2024 അരുണാചൽ പ്രദേശിൽ കണ്ടെത്തിയ സസ്യത്തിന് ഏത് സസ്യശാസ്ത്രജ്ഞയുടെ പേരാണ് നൽകിയത്? ഡോക്ടർ EK ജാനകി അമ്മാൾ. ഡോക്ടർ EK ജാനകി അമ്മാൾ. 2024 ഓഗസ്റ്റിൽ അയ്യങ്കാളിയുടെ എത്രാമത്തെ ജന്മദിനമാണ് ആചരിച്ചത്? 161ാമത്തെ ജന്മദിനം. 2024 ഓഗസ്റ്റിൽ അയ്യങ്കാളിയുടെ എത്രാമത്തെ ജന്മദിനമാണ് ആചരിച്ചത്? അത് 161ാമത്തെ ജന്മദിനമാണ്. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ നഗരം മൂവാറ്റുപുഴ. ഇത് എറണാകുളം ജില്ലയിലാണ്. ഉപ്പേരിയും ശർക്കര വരട്ടിയും വിപണിയിലെത്തിക്കാൻ കുടുംബശ്രീ ആരംഭിച്ച ബ്രാൻഡ് ഫ്രഷ് ബൈറ്റ്സ്. ഉപ്പേരിയും ശർക്കര വരട്ടിയും വിപണിയിലെത്തിക്കാൻ കുടുംബശ്രീ ആരംഭിച്ച ബ്രാൻഡ് ഫ്രഷ് ബൈറ്റ്സ്. കേന്ദ്രമന്ത്രിയും മലയാളിയുമായ ജോർജ് കുര്യൻ ഏത് സംസ്ഥാനത്ത് നിന്നാണ് രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്? മധ്യപ്രദേശ്. കേന്ദ്രമന്ത്രിയും മലയാളിയുമായ ജോർജ് കുര്യൻ ഏത് സംസ്ഥാനത്ത് നിന്നാണ് രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്? അത് മധ്യപ്രദേശിൽ നിന്നാണ്. കേരളത്തിൽ തെരുവുനായ ആക്രമണത്തിന് ഇരയായവർക്കുള്ള നഷ്ടപരിഹാരവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ രൂപം നൽകിയിരിക്കുന്ന കമ്മിറ്റി ജസ്റ്റിസ് എസ് സിരിജഗൻ കമ്മിറ്റി. ശ്രീനാരായണ ഗുരുവിന്റെ എത്രാമത് ജന്മവാർഷികമാണ് 2024 ആചരിച്ചത്? 170ാമത്. വിദ്യാർത്ഥികളിൽ സംരംഭകത്വ സംസ്കാരം വളർത്തുക എന്ന ലക്ഷ്യത്തോടെ കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ വ്യവസായ വകുപ്പ് ആരംഭിച്ച പദ്ധതി ഡ്രീം വെസ്റ്റർ. കാസർഗോഡ് കേന്ദ്ര തോട്ട വിള ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ച അത്യുൽപാദന ശേഷിയുള്ള തെങ്ങുൽപ്പന്നങ്ങൾ കൽപ്പക സുവർണ ശതാബ്ദി. കാസർഗോഡ് കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ച അത്യുൽപാദന ശേഷിയുള്ള തെങ്ങിനങ്ങൾ ഏതൊക്കെയാണ്? കൽപ്പക സുവർണ ആൻഡ് കൽപ്പക ശതാബ്ദി. ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയ ക്ഷേത്ര ചുമർ ചിത്രം ഒരുങ്ങുന്നത് കതിരൂർ സൂര്യനാരായണ ക്ഷേത്രം, കണ്ണൂർ. കണ്ണൂർ ജില്ലയിലെ കതിരൂർ സൂര്യനാരായണ ക്ഷേത്രത്തിലാണ് ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയ ക്ഷേത്ര ചുമർ ചിത്രം ഒരുങ്ങുന്നത്. വൈദ്യുതി ഉൽപാദനത്തിനായി കാറ്റാടി യന്ത്രം സ്ഥാപിച്ച ഇന്ത്യയിലെ ആദ്യ കടുവാ സങ്കേതം പെരിയാർ ടൈഗർ റിസർവ്. വൈദ്യുതി ഉൽപാദനത്തിന് വേണ്ടി കാറ്റാടി യന്ത്രം സ്ഥാപിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ കടുവ സങ്കേതം ഏതാണെന്ന് ചോദിച്ചാൽ അത് പെരിയാർ ടൈഗർ റിസർവ് ആണ്.
അതിക്രമങ്ങൾക്ക് ഇരയാകുന്ന സ്ത്രീകൾക്ക് അടിയന്തര സഹായവും പിന്തുണയും ഉറപ്പാക്കുന്ന കുടുംബശ്രീയുടെ പദ്ധതി സ്നേഹിത. അതിക്രമങ്ങൾക്ക് ഇരയാകുന്ന സ്ത്രീകൾക്ക് അടിയന്തര സഹായവും പിന്തുണയും ഉറപ്പാക്കുന്ന കുടുംബശ്രീയുടെ പദ്ധതി സ്നേഹിത. പഴങ്ങളിൽ നിന്ന് കേരള കാർഷിക സർവകലാശാല നിർമ്മിക്കുന്ന വൈൻ നിള. പഴങ്ങളിൽ നിന്ന് കേരള കാർഷിക സർവകലാശാല നിർമ്മിക്കുന്ന വൈൻ്റെ പേരെന്താണ്? നിള. 6ാമത് ആഗോള ആയുർവേദ ഉച്ചകോടിയുടെ വേദി കൊച്ചി. 6ാമത് ആഗോള ആയുർവേദ ഉച്ചകോടിയുടെ വേദി കൊച്ചി. വയനാട് ദുരന്തത്തിലെ സമാനതകളില്ലാത്ത രക്ഷാപ്രവർത്തനങ്ങളെക്കുറിച്ച് പ്രസിദ്ധീകരിച്ച ഉറ്റവർ എന്ന കവിത എഴുതിയത് പ്രഭാവർമ്മ. അപ്പോൾ വയനാട് ദുരന്തത്തിനെ പറ്റി എഴുതിയതാണ് ഉറ്റവർ എന്ന കവിത. അത് എഴുതിയത് പ്രഭാവർമ്മയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ശുചീകരണത്തിന് റോബോട്ടിക് സംവിധാനം ഏർപ്പെടുത്തിയ വിമാനത്താവളം തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളം. ഇന്ത്യയിൽ ആദ്യമായി ശുചീകരണത്തിന് റോബോട്ടിക് സംവിധാനം ഏർപ്പെടുത്തിയ വിമാനത്താവളം തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളം. ഓൺലൈൻ വഴി വരുന്ന വ്യാജ വാർത്തകൾ പ്രതിരോധിക്കാൻ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന ഡിജിറ്റൽ സാക്ഷരതാ പരിശീലന പരിപാടി സത്യമേവ ജയതേ. ഈ പദ്ധതി നടപ്പാക്കുന്നത് കൈറ്റ് കേരളയാണ്. കാർഷിക സേവനങ്ങളിൽ ഏകജാലക സംവിധാനം കൊണ്ടുവരുന്നതിനായി സംസ്ഥാന കൃഷി വകുപ്പ് അവതരിപ്പിച്ച ആപ്പ് കതിർ. കാർഷിക സേവനങ്ങളിൽ ഏകജാലക സംവിധാനം കൊണ്ടുവരുന്നതിന് കൃഷി വകുപ്പ് അവതരിപ്പിച്ച ആപ്പ് കതിർ. 18 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികളുടെ സമഗ്ര ആരോഗ്യ സംരക്ഷണത്തിനുള്ള സേവനങ്ങൾ ഒരു കുടക്കീഴിൽ ഉറപ്പുവരുത്തുന്ന പദ്ധതി ആരോഗ്യ കിരണം. 18 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികളുടെ സമഗ്ര ആരോഗ്യ സംരക്ഷണത്തിനുള്ള സേവനങ്ങൾ ഒരു കുടക്കീഴിൽ ഉറപ്പുവരുത്തുന്ന പദ്ധതി ആരോഗ്യ കിരണം. ശാരീരിക മാനസിക വെല്ലുവിളി നേരിടുന്നവരെയും കിടപ്പ് രോഗികളെയും പരിചരിക്കുന്നവർക്ക് പ്രതിമാസം 600 രൂപ ധനസഹായം നൽകുന്ന പദ്ധതി ആശ്വാസ കിരണം. 2024 പേര് മാറ്റിയ കേരളത്തിലെ റെയിൽവേ സ്റ്റേഷനുകൾ ഏതൊക്കെയാണ്? കൊച്ചുവേളി, നേമം. ഇത് രണ്ടും തിരുവനന്തപുരം ജില്ലയിലാണ്. നേമത്തിൻ്റെ പേര് മാറ്റി തിരുവനന്തപുരം സൗത്ത് റെയിൽവേ സ്റ്റേഷൻ എന്നും കൊച്ചുവേളിയുടെ പേര് മാറ്റിയിട്ട് തിരുവനന്തപുരം നോർത്ത് റെയിൽവേ സ്റ്റേഷൻ എന്നുമാണ് മാറ്റിയിട്ടുള്ളത്. അന്തരിച്ച സാറ എബ്രഹാം ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ചിത്രകലയുമായാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. ഇന്ത്യയിൽ ഉരുൾപൊട്ടൽ ദുരന്തം ഉണ്ടാകുന്ന 19 പ്രദേശങ്ങളുടെ പട്ടികയിൽ കേരളത്തിൻ്റെ സ്ഥാനം 6. 2024 കണക്കുകൾ പ്രകാരം കേരളത്തിൽ ഉരുൾപൊട്ടൽ സാധ്യതയില്ലാത്ത ഏക ജില്ല ആലപ്പുഴ. 2024 കണക്കുകൾ പ്രകാരം കേരളത്തിൽ ഉരുൾപൊട്ടൽ സാധ്യതയില്ലാത്ത ഏക ജില്ല ആലപ്പുഴ. അന്തരിച്ച ബഹുഭാഷാ പണ്ഡിതനും വിവർത്തകനും അധ്യാപകനുമായ വ്യക്തി പ്രൊഫസർ CG രാജഗോപാൽ. അനധികൃതമായി നഗരത്തിലെ ഫുട്പാത്തുകൾ കയ്യേറുന്നവർക്കെതിരെ എറണാകുളം ജില്ലാ ഭരണകൂടം ആരംഭിച്ച ഓപ്പറേഷൻ ഫുട്പാത്ത്. സംസ്ഥാനത്തെ ആദ്യ മറൈൻ ഓഷ്യാനേറിയം നിലവിൽ വരുന്നത് കൊല്ലം. സംസ്ഥാനത്തെ ആദ്യത്തെ മറൈൻ ഓഷ്യാനേറിയം നിലവിൽ വരുന്നത് കൊല്ലം ജില്ലയിലാണ്. ഏത് സാമൂഹ്യ പരിഷ്കർത്താവിൻ്റെ 115ാമത് സമാധി വാർഷികമാണ് 2024 ആരംഭിച്ചത്? അതിൻ്റെ ആൻസർ തൈക്കാട് അയ്യ ആണ്. വയനാട് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്ന കുട്ടികളുടെ മാനസിക സംഘർഷം കുറയ്ക്കാൻ ആരംഭിച്ച പദ്ധതി എന്താണ്? കുട്ടിയിടം. വയനാട് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്ന കുട്ടികളുടെ മാനസിക സംഘർഷം കുറയ്ക്കാൻ ആരംഭിച്ച പദ്ധതി കുട്ടിയിടം. സർവീസ് ചട്ടങ്ങളിൽ ഭിന്നശേഷിക്കാർ എന്ന വാക്ക് മാത്രമേ ഉപയോഗിക്കാവൂ എന്ന ഉത്തരവ് പുറത്തിറക്കിയ സംസ്ഥാനം കേരളം. സംസ്ഥാനത്തെ ഹീമോഫീലിയ ബാധിതരായ 18 വയസ്സിന് താഴെയുള്ള എല്ലാ കുട്ടികൾക്കും എമിസിസുമാബ് എന്ന മരുന്ന് സൗജന്യമായി നൽകുവാൻ തീരുമാനിച്ച സംസ്ഥാനം കേരളം. 2024 നിപ്പ വൈറസ് ബാധയെ തുടർന്ന് മരണം റിപ്പോർട്ട് ചെയ്ത ജില്ല മലപ്പുറം. ഇന്ത്യയിലെ ആദ്യ ആർട്ടിസ്റ്റ് ഡാറ്റാ ബാങ്ക് പുറത്തിറക്കിയത് കേരള സംഗീത നാടക അക്കാദമി. കേരളത്തിലെ തുടർച്ചയായ കൂടുതൽ കാലം മന്ത്രി പദവി വഹിച്ചതിൻ്റെ റെക്കോർഡ് നേടിയത് AK ശശിധരൻ. സ്വദേശി ദർശൻ പദ്ധതിയുടെ പുതിയതായി ഉൾപ്പെടുത്തിയ കേരളത്തിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ വർക്കല, കുമരകം, ബേപ്പൂർ ആൻഡ് തലശ്ശേരി. കേരളത്തിൽ സ്വദേശി ദർശന്റെ ഭാഗമായി ഉൾപ്പെടുത്തിയ പുതിയ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ വർക്കല, കുമരകം, ബേപ്പൂർ, തലശ്ശേരി. പ്രശസ്ത സാഹിത്യകാരൻ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ സ്മാരകമായ ആകാശമിട്ടായി നിലവിൽ വരുന്നത് ബേപ്പൂർ. 2024 സെപ്റ്റംബറിൽ അന്തരിച്ച പ്രശസ്ത മലയാള സിനിമാ നടി കവിയൂർ പൊന്നമ്മ. ഇന്ത്യയിലെ ആദ്യ QR അധിഷ്ഠിത നാണയ മെഷീൻ സ്ഥാപിച്ച നഗരം കോഴിക്കോട്. ഇന്ത്യയിൽ ആദ്യത്തെ QR അധിഷ്ഠിത നാണയ മെഷീൻ സ്ഥാപിച്ച നഗരം കോഴിക്കോട്. തൃശ്ശൂരിൽ സ്വർണ്ണ വ്യാപാര മേഖലയിൽ സംസ്ഥാന GST വകുപ്പ് നടത്തിയ റെയ്ഡിന് നൽകിയ പേര് ഓപ്പറേഷൻ ടൊറേ ഡെൽ ഓറോ.
ഏഷ്യയിലെ ആദ്യ കാർബൺ നെഗറ്റീവ് ദേശീയ ഉദ്യാനമാകാൻ ഒരുങ്ങുന്നത് ഇരവിക്കുളം ദേശീയോദ്യാനം. ഏഷ്യയിലെ ആദ്യ കാർബൺ നെഗറ്റീവ് ദേശീയ ഉദ്യാനമാകാൻ ഒരുങ്ങുന്നത് ഇരവിക്കുളം ദേശീയോദ്യാനം. 2024 സെപ്റ്റംബറിൽ അന്തരിച്ച നോവലിസ്റ്റ്, നാടകകൃത്ത്, സാംസ്കാരിക പ്രവർത്തകൻ തുടങ്ങിയ നിലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച വ്യക്തി KJ ബേബി, കനവ് ബേബി എന്നുകൂടി അറിയപ്പെടുന്നു. കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ച KJ ബേബിയുടെ ഗോത്ര ജീവിത പശ്ചാത്തലത്തിലുള്ള നോവൽ മാവേലി മന്നം. ക്യാൻസർ മരുന്നുകൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരോഗ്യവകുപ്പ് ആരംഭിച്ച പദ്ധതി കാരുണ്യ സ്പർശം. ക്യാൻസർ മരുന്നുകൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരോഗ്യവകുപ്പ് ആരംഭിച്ച പദ്ധതി കാരുണ്യ സ്പർശം. പ്രകൃതി ദുരന്തങ്ങൾ ഒഴിവാക്കാൻ പരിസ്ഥിതി ഓഡിറ്റിംഗ് നടത്തണമെന്ന നിർദ്ദേശം ഹൈക്കോടതി നടത്തണമെന്ന് നിർദ്ദേശിച്ച ഹൈക്കോടതി കേരള ഹൈക്കോടതി. കേരളത്തിലെ ആദ്യത്തെ റോബോട്ടിക് പാർക്ക് നിലവിൽ വരുന്നത് തൃശൂർ. കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഉൽപ്പന്നങ്ങൾ വിതരണം ചെയ്യാൻ സംസ്ഥാന സർക്കാരിന് കീഴിൽ നിലവിൽ വന്ന ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോം K-Shopee. കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഉൽപ്പന്നങ്ങൾ വിതരണം ചെയ്യാൻ സംസ്ഥാന സർക്കാരിന് കീഴിൽ നിലവിൽ വന്ന ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോം K-Shopee. കേരളത്തിൽ ഇൻഡസ്ട്രിയൽ സ്മാർട്ട് സിറ്റി സ്ഥാപിക്കുന്നത് പുതുശ്ശേരി, പാലക്കാട്. കേരളത്തിലെ ആദ്യ വാട്ടർ സ്ട്രീറ്റ് ടൂറിസം പദ്ധതി ആരംഭിച്ച സ്ഥലം മറവൻതുരുത്ത്, കോട്ടയം. കേരളത്തിലെ ആദ്യത്തെ വാട്ടർ സ്ട്രീറ്റ് ടൂറിസം പദ്ധതി മറവൻതുരുത്ത്, കോട്ടയം. കർഷകരെ സഹായിക്കാൻ കൃഷിയിടത്തിൽ ഏർപ്പെടുത്തുന്ന കുടുംബശ്രീയുടെ ഡ്രോൺ സംവിധാനത്തിന്റെ പേര് ഡ്രോൺ ശ്രീ. കേരളത്തിലെ കർഷകരെ സഹായിക്കാൻ കൃഷിയിടങ്ങളിൽ ഏർപ്പെടുത്തുന്ന കുടുംബശ്രീ ഡ്രോൺ സംവിധാനം ഡ്രോൺ ശ്രീ. കേരളത്തിലെ ആദ്യത്തെ എഡ്യൂക്കേഷണൽ ഹബ്ബ് നിലവിൽ വരുന്നത് പിണറായി, കണ്ണൂർ. അമീബിക് മസ്തിഷ്ക ജ്വരത്തിന് എതിരെ ഇന്ത്യയിൽ ആദ്യമായി ആക്ഷൻ പ്ലാൻ രൂപീകരിക്കുന്ന സംസ്ഥാനം കേരളം. കുടുംബശ്രീ പ്രവർത്തനങ്ങൾ കൂടുതൽ പട്ടികവർഗ മേഖലകളിൽ എത്തിക്കുന്നതിനു വേണ്ടി ആരംഭിക്കുന്ന ക്യാമ്പയിൻ പ്രകൃതിയോടൊപ്പം. കേരളത്തിലെ ആദ്യ പക്ഷി പഠന കേന്ദ്രം നിലവിൽ വരുന്ന ജില്ല കോട്ടയം, കടപ്പൂർ. കോട്ടയത്തിലെ കടപ്പൂരിലാണ് ഇത് നിലവിൽ വരുന്നത്. 2024 ഒക്ടോബറിൽ അന്തരിച്ച പ്രശസ്ത സിനിമാ നടൻ TP മാധവൻ. അമ്മയുടെ ആദ്യ ജനറൽ സെക്രട്ടറി ആയിരുന്ന നടൻ TP മാധവൻ. വീടുകളിൽ ഒറ്റപ്പെട്ടു പോയവർക്ക് സാന്ത്വനവും സംരക്ഷണവും ഉറപ്പാക്കുന്ന കുടുംബശ്രീയുടെ പദ്ധതി സ്നേഹിത. വീട്ടിൽ വൈഫൈ കണക്ഷൻ ഉണ്ടെങ്കിൽ രാജ്യത്ത് എവിടെ പോയാലും അതിനുള്ള ഇന്റർനെറ്റ് ഉപയോഗിക്കാവുന്ന BSNL സേവനം സർവത്ര. കേന്ദ്ര സർക്കാരിന്റെ ബെസ്റ്റ് റൂറൽ ടൂറിസം വില്ലേജ് അവാർഡ് സ്വന്തമാക്കിയ കേരളത്തിലെ വില്ലേജുകൾ കുമരകം, കടലുണ്ടി. കുമരകം കോട്ടയം ജില്ലയിലും കടലുണ്ടി കോഴിക്കോടുമാണ്. കേന്ദ്ര സർക്കാരിന്റെ ബെസ്റ്റ് റൂറൽ ടൂറിസം വില്ലേജ് അവാർഡ് കിട്ടിയത് കുമരകത്തിനും കടലുണ്ടിക്കുമാണ്. ആദ്യ മൃഗശ്മശാനം നിലവിൽ വരുന്ന കേരളത്തിലെ ജില്ല തൃശൂർ. മെഥനോളിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ആദ്യ വൈദ്യുതി നിലയം നിലവിൽ വരുന്നത് കായംകുളം. പക്ഷാഘാതം നിർണയിക്കുന്നതിന് മുൻപ് താമസം ഒഴിവാക്കി പെട്ടെന്ന് ചികിത്സ ലഭ്യമാക്കാൻ ലക്ഷ്യമിട്ട് തയ്യാറാക്കുന്ന പദ്ധതി മിഷൻ സ്ട്രോക്ക്. പക്ഷാഘാതം നിർണയിക്കുന്നതിന് മുൻപ് താമസം ഒഴിവാക്കി പെട്ടെന്ന് ചികിത്സ ലഭിക്കാൻ ലക്ഷ്യമിട്ട് തയ്യാറാക്കുന്ന പദ്ധതി ഓപ്പറേഷൻ മിഷൻ സ്ട്രോക്ക്. സംസ്ഥാന ഭിന്നശേഷി കലാമേളയുടെ വേദിയായ ജില്ല കാസർഗോഡ്. കലാമേളയ്ക്ക് നൽകിയിട്ടുള്ള പേര് അഭിന്നം എന്നാണ്. കേരളത്തിൽ എറണാകുളം ജംഗ്ഷൻ മുതൽ ഷൊർണൂർ ജംഗ്ഷൻ വരെ ഉള്ള റെയിൽവേ പാതകളിൽ തീവണ്ടികൾ കൂട്ടിയിടിക്കുന്നത് ഒഴിവാക്കാൻ നിലവിൽ വരുന്ന സംവിധാനം കവച്. വയനാട് ദുരിതാശ്വാസത്തിനായി കേരള ബ്ലാസ്റ്റേഴ്സ് FC തുടക്കം കുറിച്ച ക്യാമ്പയിൻ ഗോൾ ഫോർ വയനാട്. മജ്ജ മാറ്റിവെക്കൽ ചികിത്സയ്ക്ക് സഹായകമാകുന്ന ബോൺ മാരോ ഡോണർ രജിസ്ട്രി തയ്യാറാക്കുന്ന സംസ്ഥാനം കേരളം. മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് വേണ്ടിയിട്ട് ബോൺ മാരോ ഡോണർ രജിസ്ട്രി തയ്യാറാക്കുന്ന സംസ്ഥാനം കേരളം.
കോഴിക്കോട് ആസ്ഥാനമായുള്ള ഭാരതീയ സുഗന്ധവിള ഗവേഷണ കേന്ദ്രത്തിലെ ഗവേഷകർ വികസിപ്പിച്ച പുതിയ ഇനം കുരുമുളക് IISR ചന്ദ്ര. സ്ത്രീ തൊഴിലാളികൾ തൊഴിലിടങ്ങളിൽ നേരിടുന്ന പ്രശ്നങ്ങൾ തൊഴിൽ വകുപ്പിനെ അറിയിക്കാൻ സജ്ജമാക്കിയ കോൾ സെന്റർ സഹജ. സ്ത്രീ തൊഴിലാളികൾ തൊഴിലിടങ്ങളിൽ നേരിടുന്ന പ്രശ്നങ്ങൾ തൊഴിൽ വകുപ്പിനെ അറിയിക്കാൻ സജ്ജമാക്കിയ കോൾ സെന്റർ സഹജ. കൊച്ചിയിൽ നടന്ന 66ാമത് സംസ്ഥാന സ്കൂൾ കായികമേളയിൽ ചീഫ് മിനിസ്റ്റേഴ്സ് ട്രോഫി നേടിയ ജില്ല തിരുവനന്തപുരം. തോട്ടിയാർ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന ജില്ല ഇടുക്കി. റേഷൻ കാർഡുമായി ബന്ധപ്പെട്ട പരാതികൾ പരിഹരിക്കുന്നതിനായി സംസ്ഥാന സിവിൽ സപ്ലൈസ് വകുപ്പ് ആരംഭിച്ച പദ്ധതി തെളിമ. അനധികൃത ഖനനം തടയാൻ ഇന്ത്യയിൽ ആദ്യമായി ഡ്രോൺ സർവേ നടപ്പാക്കുന്ന സംസ്ഥാനം കേരളം. അനധികൃത ഖനനം തടയാൻ ഇന്ത്യയിൽ ആദ്യമായി ഡ്രോൺ സർവേ നടപ്പാക്കുന്ന സംസ്ഥാനം കേരളം. ഇന്ത്യയുടെ ഇലക്ട്രോണിക് വ്യവസായ രംഗത്തെ അതികായനും പ്രമുഖ ഇലക്ട്രോണിക് ഉൽപ്പന്ന നിർമ്മാണ കമ്പനിയായ BPL ബ്രിട്ടീഷ് ഫിസിക്കൽ ലബോറട്ടറീസ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് ഗ്രൂപ്പ്. ഇതിന്റെ സ്ഥാപകൻ TPG നമ്പ്യാർ.